ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ഒരു വീക്കെൻഡ് ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. ഫ്രൈഡേ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ആകുമ്പോഴേക്കും പുറത്തൊക്കെ പോകും കേട്ടോ. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ആയിട്ടാണ് മെയിനായിട്ട് പോവാറ്. വീക്ക്ലി പർച്ചേസിങ് ആണ്, അപ്പം വീട്ടിലേക്കുള്ള ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട് പോവാറുണ്ട്. ഇന്നിപ്പോൾ ഗ്രോസറി മേടിക്കാനല്ല, മെയിനായിട്ട് എൻ്റെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ നോക്കാനായിട്ട് സഫീർ മാർക്കറ്റ് പോകാൻ വിചാരിച്ചിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. യുവക്കുട്ടി റെഡി ആയവലൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആളുടെ വകയാണെന്ന് മേക്കപ്പൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് ബാഗിനകത്ത് കുറേ സാധനങ്ങളൊക്കെ കുത്തി നിറയ്ക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാറിൽ ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് ബോറടിക്കുമ്പോൾ എടുക്കാനുള്ള ഐറ്റംസാണ്. ഇടയ്ക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ റെഡി ആവുന്ന ആൾ യുവക്കുട്ടിയാണ് കേട്ടോ. വേഗം തന്നെ ഡ്രസ്സുകളിലും റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ലാസ്റ്റ് ആൾ ഇറങ്ങി വരുള്ളൂ കേട്ടോ. ഏട്ടൻ പുറത്തിറങ്ങി ലിഫ്റ്റിൻ്റെ അവിടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. യുവക്കുട്ടി ഇവിടെ ചെരുപ്പിട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഓരോരോ ആവശ്യങ്ങളാണ്. പീ ചെയ്യാനുണ്ടാവും, ആൾക്ക് വെള്ളം കുടിക്കാനുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആളിങ്ങോട്ട് എത്തുമ്പോഴത്തേനും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കട്ട പോസ്റ്റ് ഔട്ടാണ്. ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഫ്ലോയിൽ അങ്ങനെ പൊക്കോളും. പക്ഷേ ഡോർ ലോക്ക് ചെയ്ത് ഇറങ്ങുന്ന വരെ ഇവിടെ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും ടൈം 7:45 ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ പുറത്ത് വെളിച്ചമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ ഏട്ടനോട് പറയുമായിരുന്നു ഇരുട്ടായിട്ടില്ലല്ലോ എന്ന്. ഇപ്പോൾ ചൂടായ കാരണം പെട്ടെന്ന് ഇരുട്ടാവില്ല കേട്ടോ. ഇവക്കുട്ടീനെ ഇപ്പോൾ കണ്ട എൻ്റെ അത്രയും ഹൈറ്റുള്ള പോലെയല്ലേ. അവൾ ഹാൻഡ് റെസ്റ്റിൻ്റെ മുകളിലാണ് കേട്ടോ കയറിയിരിക്കുന്നത്. വണ്ടി കയറി ആളിരിക്കുന്ന സ്ഥലം അതാണ്. സീറ്റിൽ തീരെ ഇരിക്കില്ല കേട്ടോ. സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് പുറത്തേക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ആൾ ഹാൻഡ് റെസ്റ്റിൻ്റെ മുകളിൽ കയറിയിരിക്കും. അവിടെ ഇരുന്നിട്ട് ഓരോ കലാപരിപാടികളാണ് കേട്ടോ. ഞാൻ സഫീർ മാർക്കറ്റിൽ ഇന്ന് വെയർ ഹൗസിൽ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ സഫീർ മാർക്കറ്റിൽ വന്നത്. നമ്മൾ അടുത്തുള്ള ഷോപ്പിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയിട്ട് കുറച്ചായിട്ടോ. അപ്പോൾ ഞങ്ങൾ സഫാരിയിലും നെസ്റ്റോയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെയർ ഹൗസിലാവുമ്പോൾ ഓഫർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എസ്കലേറ്റർ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. യുവക്കുട്ടിക്ക് നല്ല സന്തോഷമായി, ഓടി കയറുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഏട്ടനും കൂടെ മുന്നൊരു വട്ടം യുവക്കുട്ടിക്ക് ഷൂ എടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ യുവക്കുട്ടി അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. ആളിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞങ്ങൾ വന്ന് കയറിയതും ഈ പ്ലേ ഏരിയയിലാണ് കേട്ടോ. ഇത് കണ്ടത് യുവക്കുട്ടി വലിയൊരു ബലൂണ് വെള്ളത്തിൽ കിടക്കുന്നു, അവൾക്ക് അതിൽ കയറണം. കുട്ടികളവിടെ കളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അതിൽ കയറട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ ഒരേ വാശിയായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും കയറണം. അപ്പോൾ അവളെ കയറ്റി വിടാനായിട്ട് അതിൽ കുറച്ച് വലിയ കുട്ടികളെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറേണ്ട, നിനക്ക് പേടിയാവും എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കേട്ടോ. പക്ഷേ ആൾ ഒരു രക്ഷയില്ല, എനിക്ക് എന്തായാലും അതിൽ കയറണം പറഞ്ഞിട്ട് കയറാൻ വേണ്ടി റെഡിയായി പോവുകയാണ്. നീന്തി നീന്തി കൊണ്ടു ഹായ് തരണേ. ജമ്പ് ചെയ്യൂട്ടെ ഇവ, ജമ്പ് ചെയ്യൂട്ടെ അങ്ങോട്ട്. ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഈ എയർ അടിക്കാൻ തുടങ്ങിയതും ആ സൗണ്ട് കേട്ട് അവൾക്ക് കുറച്ച് പേടിയായിട്ടുണ്ട്. ചെവിയൊക്കെ പൊത്തി പിടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. പൊതുവേ സൗണ്ട് കുറച്ച് പേടിയാണ്. അപ്പോൾ അവൾക്ക് അതിൻ്റെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ മുഖത്ത് നല്ല ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കളിക്കാനായിട്ടുള്ളൊരു ധൈര്യത്തിലാണ് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. നല്ല പേരുണ്ട്. ജമ്പ് ചെയ്തോ, ജമ്പ് ചെയ്തോ, ജമ്പ്. ഇവക്കുട്ടി നല്ല കാര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നിട്ട് അവൾക്ക് ഇരിക്കാനോ അതൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട്. പക്ഷെ അവൾക്ക് പറ്റണില്ല എന്ന് വെച്ചപ്പോൾ ആൾക്ക് അറിയാൻ തുടങ്ങി. ഒരേ കരച്ചിലായിരുന്നിട്ട് ഫേസിലൊക്കെ ആകെ മാറി. പിന്നെ ആൾ വേണ്ട വേണ്ടാന്ന് പറഞ്ഞ് കരയാണ് കേട്ടോ. അപ്പോൾ അവർ തന്നെ പോയി അവളെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിട്ട് ഇറക്കിയിട്ടോ. അപ്പോൾ പിന്നെ കരച്ചിലൊന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ അവൾ കയറാൻ കൂട്ടാക്കലില്ല. അവൾക്ക് വേണ്ട, ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. 20 ദിർഹംസാണ് നമ്മളിതിന് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ നല്ല മനുഷ്യന്മാരായ കാരണം അവർ പറഞ്ഞു തൊട്ടപ്പുറത്ത് തന്നെ ചെറിയ കുട്ടികൾ കളിക്കുന്ന ഡെക്ക് ഉണ്ട്, നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഇറക്കാം, ഇനി പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഡെക്കിലാണ് പിന്നെ കുട്ടീനെ കൊടുന്ന് കയറ്റാൻ വേണ്ടി നോക്കിയത്. അതിൽ കയറാനും പിന്നെ അവൾക്ക് പേടിയായി. ചെറിയ കുട്ടികളെ കയ്യിൽ കളിക്കുന്നുണ്ട്, പക്ഷേ കുട്ടിക്ക് അതിൽ കയറാനും പേടിയുണ്ട് കേട്ടോ. പിന്നെ അവർ നല്ല സപ്പോർട്ട് ചെയ്തിട്ട് രണ്ടുപേരൊക്കെ പിടിച്ചൊക്കെ അതിൽ കയറ്റി കൊടുത്തു. പിന്നെ അവളൊരു ഫസ്റ്റ് ഒരു 1-2 വട്ടം കറങ്ങുമ്പോൾ അവൾക്കൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ശരിയായിട്ടോ, പിന്നെ ഇഷ്ടമായി. പിന്നെ അവൾക്ക് മനസ്സിലായി ഇത് കുഴപ്പമുള്ളതല്ലാന്ന്.
കളിയൊക്കെ കഴിഞ്ഞിട്ട് പോകാനായപ്പോഴാണ് കേട്ടോ യുവക്കുട്ടിക്ക് കളിക്കാനുള്ളൊരു ഒരാൾ ഇപ്പോഴാണ് കാല് വെള്ളത്തിലിടാനും കളിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ അവിടെ കളിക്കാനുള്ള ടൈം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇനി വാഷിംഗ് മെഷീൻ നോക്കാനായിട്ട് ജീപ്പാസിൻ്റെ വെയർഹൗസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് കേട്ടോ പോയത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വെയർഹൗസിലായ കാരണം അത്യാവശ്യം ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യത്തിലധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷോപ്പിനകത്ത് ചെറിയ ചെറിയ പ്രൊഡക്റ്റ്സൊക്കെയാണ്, അതും നമുക്ക് ആവശ്യമില്ലാത്തതാണ് കേട്ടോ. ഓവൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. നമ്മൾ വാങ്ങിക്കാൻ വന്ന സാധനം വാഷിംഗ് മെഷീൻ പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അതൊക്കെ നോക്കി. പക്ഷേ എല്ലാം സെമി ഓട്ടോമാറ്റിക് ആയിരുന്നു. ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വാങ്ങിക്കാതെ പോന്നു. പിന്നെ ഇപ്പോൾ എന്തായാലും വന്നല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ഷോപ്പ് കണ്ടപ്പോൾ ഷോപ്പിനകത്ത് കയറി കുറേ സാധനങ്ങളൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. കുറേ പാത്രങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ നോക്കി നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഡേ ടു ഡേ ഒക്കെ പോലത്തെ ഒരു ഷോപ്പാണ്. പക്ഷേ ഡേ ടു ഡേ അല്ല, ഡേസോന്ന് അങ്ങനെ എന്തോ ആണ് പേര്. എല്ലാ ബഡ്ജറ്റിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മെയിനായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഒരു കണ്ടെയ്നറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പിങ്ക് കളറിലുള്ള പാത്രത്തിന് ഓഫർ ഉണ്ടായിരുന്നു. 20 ദിറംസിൻ്റെ സാധനമാണ്, 50 ദിറംസിന് ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനത്തെ പ്ലേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കണ്ണാടി പോലെയൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബാഗാണ് നോക്കിയത്. എനിക്കും ഇഷ്ടമായി, ഏട്ടനും ഇഷ്ടമായി. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടിയിട്ട് ഇഷ്ടപ്പെടുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ ആ ബാഗും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സിന് നല്ല മാച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഷോപ്പിൽ കുറേ പൂജ സാധനങ്ങളുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. വിളക്ക്, തിരി, അതുപോലെ വിഗ്രഹങ്ങൾ, ഫോട്ടോ ഫ്രെയിമുകളൊക്കെ ഉണ്ട്. ഇവിടെ ഷോപ്പുകളിൽ പൊതുവേ ഇത്രയും കളക്ഷൻസ് കാണാറില്ല. പിന്നെ ഈ ഫ്രെയിം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ഫ്രെയിമിൽ തന്നെ 3-4 ഫോട്ടോസ് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ താഴെ ഡാമേജ് ആയിരുന്നു. ഒറ്റ പീസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചോദിച്ച് നോക്കിയപ്പോൾ. അതുകൊണ്ട് പിന്നെ അത് വാങ്ങിയില്ല. അതിലിഷ്ടമായ സ്റ്റിക്കർ എടുത്തോ? എന്തേ? പിന്നെന്തെന്നാ ആവശ്യം? ക്ലേ ഒക്കെ നമ്മളെ വീട്ടിലല്ലേ ഇവോ? പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷൻ കണ്ടാൽ പിന്നെ ആ ഭാഗത്തേക്കൊരു വലിവാണ്. അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് പോയി ഒന്ന് പരതി നോക്കിയതാണ് കേട്ടോ. എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാമല്ലോ വെച്ചാൽ ജസ്റ്റ് നോക്കി നോക്കിയതാണ്. എൻ്റെ ഭംഗിയുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ അതവിടെ തീരുമാനമായിട്ടോ. ഏട്ടൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതെടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലും വേറെയും കുറേ ഉണ്ടല്ലോ, കുറേ കളേഴ്സുള്ള കാരണം പിന്നെ ഞാൻ കുറച്ചെണ്ണം കൂടി നോക്കിയിട്ടാണ്. ഒരു യെല്ലോ നോക്കിയായിരുന്നു, അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അതും ഭംഗിയുണ്ട്. അപ്പോൾ 2 ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ 2 എടുത്ത്. പിന്നെ ഞാൻ ഒരു ഗ്രീനും കൂടെ നോക്കിയിട്ടാണ്. ഇനി ഭംഗിയുണ്ട് എന്ന് ചോദിച്ചാൽ അതും ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 മതിയെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ വെച്ചിട്ട് ഈ 2 എടുത്തിട്ട് പോകുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ 2 ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞു കേട്ടോ. കൂടുതൽ ചിന്തിക്കാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം യുവക്കുട്ടി എപ്പോഴും ചാടി കയറി പർച്ചേസ് ചെയ്യും. ഇപ്പോഴത്തേനും തന്നെ ഇവിടെ തെറ്റൽ കഴിഞ്ഞു കേട്ടോ. 1-2 സാധനങ്ങൾ ആൾ നോക്കി, അത് വാങ്ങിയില്ല എന്ന് പറഞ്ഞിട്ട് യുവക്കുട്ടി തെറ്റിപ്പോയി കേട്ടോ. പിന്നെ കൗണ്ടറിൽ എത്തിയപ്പോഴാണ് ഈ സാനിറ്റൈസർ കണ്ടത്. ഒരു സമയത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഒരെണ്ണം അതെടുത്തു. പിന്നെ യുവക്കുട്ടി തെറ്റി വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ അവൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചില്ല, ഒന്നും വാങ്ങിക്കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് എപ്പോഴും അവൾക്ക് തന്നെയാണ് കേട്ടോ കൂടുതലും വാങ്ങിക്കാറ്. അതുകൊണ്ട് എനിക്കൊന്നും പ്രത്യേകിച്ച് വാങ്ങിക്കാൻ പറ്റാറില്ല. അപ്പം ഞാൻ ഇത്തവണ അവൾ തെറ്റില്ലാണ്ട് കണ്ടില്ല എന്ന് വെച്ചതാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മുകളിൽ കയറി അവിടെ എന്താ ഷോപ്പ് എന്നൊക്കെ നോക്കിയിട്ട് അതേപോലെ തന്നെ തിരിച്ച് താഴേക്ക് ഇറങ്ങി വന്നതാണ് കേട്ടോ. ഇറങ്ങി വരുമ്പോഴാണ് ലേപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഈ ഷോപ്പ് കണ്ടത്. ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആ ഭാഗത്തേക്ക് ഒരു ചായ വേണം. എനിക്കൊന്ന് കയറി നോക്കണം. ഞാൻ എടുക്കൊന്നുമില്ല, പക്ഷേ എല്ലാം ഒന്ന് നടന്ന് കണ്ട് കളക്ഷൻസൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ച് വരും കേട്ടോ. അപ്പോൾ ഏട്ടനും യുവക്കുട്ടിയും കയറിയിട്ടില്ല. എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർ കൂടെ കയറാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കണ്ടിട്ട് തിരിച്ച് വരും കേട്ടോ. കയറുന്നതുകൊണ്ട് ഏട്ടന് കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തോളും. ഞാൻ പൊതുവേ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. മാക്സ് എല്ലാ ഷോപ്പിലും കയറി നോക്കിയിട്ട് ഇതേ സ്പീഡിൽ തന്നെ ഞാൻ തിരിച്ചിറങ്ങി വരികയും ചെയ്യും കേട്ടോ. എനിക്കൊന്ന് കണ്ടാൽ മതി, വാങ്ങിക്കണം എന്നില്ല. ജസ്റ്റ് എല്ലാം കൂടി കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വീക്കെൻഡ് പർച്ചേസിങ് ഇത്രയേ ഉണ്ടായുള്ളൂ കേട്ടോ. നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അത് മാത്രം വാങ്ങിയില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോകാൻ. ഇനി വണ്ടി കയറിയാൽ ഇവക്കുട്ടിയുടെ കലാപരിപാടികളാണ് കേട്ടോ. ഇവക്കുട്ടിയുടെ ഡ്രോയിങ്സ് കാണിച്ച് നമുക്ക് നോക്കട്ടെ. സൂപ്പർ. ഇത് നമ്മുടെ പെൻസില് നമ്മൾ വരച്ച് പോയത്. നമ്മൾ കളർത്തിന്റെ പെൻസിൽ ഉണ്ടാവും. അത് ഞാൻ വരച്ച പെൻസിലാണ്. ഓക്കെ ഗായ്സ്,
ഗൈസ് നമ്മള് പഠിച്ചത് ഞാൻ വരച്ച് കാണില്ല. ഞാൻ എടുത്തു തരാം. ഇത് ലെറ്റേഴ്സൊക്കെ ഞാൻ വച്ച ലെറ്ററാ. നോക്കട്ടെ ABCD എഴുതി നോക്കട്ടെ. A B C D E F G H I J K L M N O P Q R S T U V W X Y and Z. സെറ്റ്. ഓക്കെ ഓക്കെ. ഇങ്ങണ്ടല്ലേ ഉണ്ടാവുക? ആ അങ്ങനെന്താണ് നമുക്ക് ഇടയ്ക്കൊരു തല തിരിച്ചല്ലേ? ഇടയ്ക്ക് നമുക്കൊരു തല തിരിച്ചല്ലേ? ഇല്ല, അത് കറക്റ്റ്. പിന്നെ എന്താ ഇവിടെ എഴുതിച്ചുള്ളത്? പിന്നെ നമ്മളുടെ മാജിക് അമ്മയാണ്. ഇത് ഞാനാണോ? വെരി ഗുഡ്. അപ്പൊ ഡിസ്കോ ഡാൻസ് കളിക്കുക. ഞാൻ ഡിസ്കോ ഡാൻസ് കളിക്കണ. അമ്മ പറഞ്ഞു ചിറകുള്ള അമ്മ മാലാഖയാണ്. അപ്പൊ നമ്മൾ നിക്കണത് നമ്മള് ഇങ്ങനെ നിക്കാണ്. നമ്മളിങ്ങനത്തെ ഉടുപ്പ് വെച്ചത്. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പേജ് കാണിച്ച് നോക്കട്ടെ. നമ്മള് ഇതാണ് കേട്ടോ. ഇതെന്താ? അപ്പൊ ഞാൻ കിട്ടുന്നത് ഞാൻ പഠിച്ചത്. അല്ല, ആരുടെയൊക്കെ പേര് എഴുതിണ്ടല്ലോ? പേര് എഴുതി നോക്കട്ടെ. ഇവ, ലീമ, പിന്നെ റോഷിൻ. ഓക്കെ ഓക്കെ. വേറെ കാണിച്ച വേറെ ഭംഗിയുള്ള പിക്ചർ ഉണ്ട് വരച്ചത്. അത് അമ്മ വരച്ചതാ. ഞാൻ വരച്ച ട്രീയാണ്. അപ്പൊ എന്റെ അമ്മ ഇത് കളർ കൊടുത്തു പോയി. അമ്മ കളർ കൊടുത്ത് വരച്ചു. കഴിഞ്ഞോ? ഫിനിഷായോ? നോക്കട്ടെ. സ്മോൾ ലെറ്റേഴ്സ് എഴുതിയത്. സ്മോൾ ലെറ്റേഴ്സ് പഠിക്കുന്നേ ഉള്ളൂ, ഇവന് അത്ര അറിയില്ല. നോക്കട്ടെ ഇവൻ്റെ വീട് നോക്കട്ടെ അമ്മ. ഇവ വരച്ച വീട് നോക്കട്ടെ. പ്രേമ. അമ്മമ്മേനെ വരച്ചത് കുട്ടി. അമ്മമ്മേനെ. അമ്മമ്മയുടെ മുടി എന്തിങ്ങനെ ഉണ്ട കിട്ടി വെച്ചേക്ക് അമ്മമ്മ മുകളില്. നല്ല ഭംഗിയുണ്ട്. ഐ ലവ് മൈ പ്രേമ. പ്രേമ. കുട്ടിയുടെ കയ്യിൽ നിറയെ വളയാണല്ലോ. പൂരത്തിന് പോയ പോലെയാണല്ലോ ഇവ. ഇവ പൂരത്തിന് പോയ പോലെയാണല്ലോ. ഇത് ആരെ പോലെ മേക്കപ്പ് ചെയ്തെന്ന്. നല്ല ഭംഗിയുള്ള മേക്കപ്പ്. ഇത് നമ്മള് ഞാൻ വച്ചതാണ്. ഇത് ലെറ്റർ എന്താ ഇവ മാംഗോ പോലെ ഇരിക്കണ്ടല്ലോ. എന്റെ ഇത് തല തിരിഞ്ഞിരിക്കണേ. എസ് ആണത്. സി. ഞങ്ങക്ക് ചില ലെറ്റേഴ്സ് ഭയങ്കര കൺഫ്യൂസിങ് ആണ് അല്ലേ? എം. ഓക്കെ ഓക്കെ. എങ്ങണ്ടാ പോണത്? എന്താ എങ്ങനെ ഇരിക്കണേ? കുട്ടിയുടെ ബാഗിൽ എന്തൊക്കെ ഉണ്ട് കാണിച്ചെന്നെ? വാട്സ് ഇൻ മൈ ബാഗ്. ക്രയോൺസ് മാത്രമേ ഉള്ളൂ. ചെറിയ സിബിലൊക്കെ എന്താ? കുട്ടിയുടെ വാട്സ് ഇൻ മൈ ബാഗ് ചെയ്യാല്ലേ? ഓ മൈ ഗോഡ്. എന്തൊക്കെയുണ്ട് നോക്കട്ടെ അമ്മ കാണട്ടെ എന്തൊക്കെ. അതിലെന്താ ഡപ്പയ്ക്കകത്ത്? അത് ടിഫിൻ ബോക്സിലല്ലേ ഇവോ? ഈ കുഞ്ഞി ബോക്സ്. എത്ര ദിവസമായി അത് കാണാതായിട്ട്. അതിലെന്താ അമ്മ കാണട്ടെ എന്താണത്? ഓപ്പൺ ചെയ്യേ. ഇവ കടയിൽ കയറിയിട്ട് ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് മേടിച്ചതല്ലേ ഈ ബോക്സ്.
വാങ്ങിക്കുമ്പോൾ ഇവയ്ക്ക് അറിയണ്ടായിരുന്നില്ല അത് എന്തിനുള്ള ലെൻസ് ഇട്ട് വെക്കുന്ന ബോക്സ് മേടിച്ചിട്ട് വന്നേക്കണേ. ഞങ്ങൾക്ക് അങ്ങനെ ഇന്നേ വേണമെന്നില്ല, കണ്ടത് മതി അല്ലേ. ഇവന് കണ്ടത് മതി. ഇവ ലാസ്റ്റ് ലെൻസ് ഇട്ടേക്കുന്ന ബോക്സ് മേടിച്ചിട്ട് പോകുന്നത്. അത് ഓപ്പൺ ചെയ്ത് എന്താ നോക്കട്ടെ അമ്മ അതിനകത്ത്. ഒന്നുമില്ലേ? അപ്പൊ നിന്റെ റിങ് എവിടെ? ആ റിങ് കളഞ്ഞു. അപ്പോൾ നമ്മളുടെ ഒരു ഫ്രൈഡേ നൈറ്റ് ഇങ്ങനെയാണ് കേട്ടോ. നൈറ്റ് ഞങ്ങൾ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ പോവും, പർച്ചേസിംഗ് ഒക്കെ കഴിയും. ഫുഡും പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ ഇന്ന് ചാർക്കോൾ കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. യുവക്കുട്ടിക്ക് ചോറ് കൊടുക്കണം. അതിനായിട്ട് ഞങ്ങളെ ആദ്യം ഇവിടെ കുറഞ്ഞ് ഇറക്കി തന്നാട്ടോ. കാരണം അവൾ അങ്ങനത്തെ ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ അവൾക്ക് ചോറ് കൊടുക്കണം. അപ്പോഴേക്കും ഏട്ടൻ ഫുഡ് വാങ്ങിയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.